ഹായ് ഗായ്സ്, നമസ്തേ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു GTA 5 വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗായ്സ്. ഇനി നമ്മൾ ട്രവറാണ് ഗായ്സ്. ട്രവറിൻ്റെ പേട്ട വണ്ടി ഇവിടെ ഉണ്ട് ഗായ്സ്. ഈ വണ്ടി വെറുതെയാണ് ഗായ്സ്, ഒന്നിനും പറ്റത്തില്ല. വെറും ലോഡ് വണ്ടി. എന്തിനാണോ എന്തോ ട്രവറിൽ ഒട്ട വണ്ടി എടുത്ത്. ഓക്കെ, വേണ്ട, അതിലൊട്ട വണ്ടിയാണ് ഗായ്സ്. അത് വേണ്ട വേണ്ട വേണ്ട. വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. നല്ല ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി എവിടെ? പൊന്നളിയ, അതിന്റെ വഴി കാണാമല്ലോ. ഇങ്ങോട്ടാണ് ആര കൊടുത്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ലേ ഇപ്പം നമ്മൾ വന്ന്. ഓക്കെ, ഇനി കൂടെ ഇറങ്ങാം. എത്തി ഗായ്സ്, നമ്മളെങ്ങനെ എത്തി? എവിടെ നോക്കിയ പന്നി നമ്മളെവിടെയാണ് പറഞ്ഞെത്തി ഗായ്സ്? അതെ ഗായ്സ്, ഇന്നത്തെ കളി എന്താണെന്ന് പോലും എനിക്കറിയില്ല. നല്ല വണ്ടി ഏതെങ്കിലും ഉണ്ടോ നോക്കാം. റബ്ബർ ഉണ്ട് എടുക്കണോ? പക്ഷേ അത് സ്പീഡ് ഉണ്ടല്ലേ. ഇതൊക്കെ ഇതെടുക്കല്ലേ. ഇതിലൊട്ട വണ്ടി ഇവിടെ ഇടാം. വെറുതെയാണ്, ഒരാവശ്യമില്ല. ഇതെടുക്കാം. കുത്തി പൊളിച്ചെടുക്കുന്നുണ്ട്. സൗണ്ട് ഒന്നും ഇല്ലല്ലോ. സാധാരണ സൗണ്ട് ഉണ്ടാവാൻ വേണ്ടിയതാണ്. നല്ല മഴയാണല്ലോ. ഓക്കെ, നമുക്ക് വെറുതെ ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ലല്ലോ. മിഷനും നോക്കിയാലോ. ഏത് മിഷൻ എടുക്കും? എന്തെടുക്കാലേ? അപ്പൊ കാശ് നമുക്ക് അങ്ങോട്ട് പോകാം. ഓ, വണ്ടി ഡ്രിഫ്റ്റ്. എന്റെ പൊന്നളിയാ, വണ്ടി നിൽക്കുന്നില്ല. ഓക്കെ, വണ്ടി സെക്കൻഡ് ഗിയർക്ക് പോകാനാണ് പ്രശ്നം. ഓക്കെ, ഇടാം. സീൻ വെറും സീൻ. ആ വണ്ടീനെ ആട്ടി പോയാലോ? എന്തോ പ്രശ്നമായി. ഇല്ലില്ല, നമ്മൾ പിടിച്ചങ്ങോട്ട് നിർത്തി വണ്ടി. ഈ വിഷയം. അയ്യോ, അങ്ങോട്ട് റോഡിലായി. ഇങ്ങനെ പോയിട്ട് ലോറിക്കാരാ വണ്ടി കേടത്തി നായി. ഒരു നീല വണ്ടി പോയതുണ്ടോ ഗൈസ്? നമുക്ക് അതെടുക്കാം. ഇത് കാണാൻ നേക്കുണ്ട്. മാറി നിൽക്കണം. ഇതെന്ത് വണ്ടിയാണിത്? ഓക്കെ 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 മോനെ, സൈഡാക്കിയാ മോനെ. എവിടുന്നോ നല്ല കിടിലോസ്കി ലുക്കാക്കിയിട്ട് ഇറക്കി കാണാൻ. ഒന്നുകൂടെ തന്നെ എടുത്തോ. മോളാണല്ലേ വണ്ടി ഓടിക്കണ. നിനക്ക് എന്തിനാ മോളെ എത്ര വലിയ വണ്ടി? ചെറുതൊക്കെ എടുത്തോ. വേണ്ട മോളെ. കട്ടി കാശ് ഇല്ല, ഒന്നും പറ്റില്ല. നമ്മ പോവാ. ഒരു കേസ് അയച്ചിട്ടുണ്ടല്ലോ. അത് സീനില്ല, ഒറ്റ കേസല്ലേ ഉള്ളൂ. പേടിയില്ലല്ലോ നമുക്ക്. കണ്ടേജറ മാറി. വണ്ടി തട്ടിക്കലടാ, മാറി നിക്കടാ. വണ്ടി നല്ല വൈബുള്ളൊരു വണ്ടിയില്ലേ? എവിടെ നോക്കിച്ചാ നായ വണ്ടി വെച്ച് വരുന്നത്? ഇവിടെ റെഡ് ലൈറ്റ് ഒക്കെ കത്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മക്കതൊന്നും സീനില്ലല്ലോ. ഫുൾ വിഷയാണല്ലോ. ഈ കേസ് ഇതുവരെ പോയില്ലേ? ഇന്നേരെ സ്പോട്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് ഇത്രയും നേരം കേസ്? ഇവിടെയാണ് നമുക്കുള്ള മിഷൻ. ഇവിടുത്തെ മിഷൻ എന്ത് ചേമ്പാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളെ ഈ വണ്ടി നമുക്ക് നഷ്ടപ്പെടും ഗൈസ്, അതാണ് പ്രശ്നം. മൈക്കിളുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്രാങ്കളിലും മൈക്കിളിനൊന്നും കാണുന്നില്ല. മൈക്കിൾ അവിടെ ഉണ്ട് ഗൈസ്. എനിക്ക് വണ്ടി വേണ്ട. ഞാൻ കഷ്ടപ്പെട്ട് മോഷ്ടിച്ചെടുത്തൊരു വണ്ടി ഇവിടെ കിടക്കുമ്പോൾ പിന്നെ എന്തിനാണ്? ലൈവ് ദ ഏരിയ. ഈ ഏരിയയിൽ നിന്ന് നമ്മോട് പോവാനാണ് പറഞ്ഞത്. നേരത്തെ തട്ടീൻ്റെ അവിടെയുണ്ട് ഗൈസ് വണ്ടി. ഇങ്ങോട്ട് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, ആരാൻ്റെ വണ്ടിയല്ലേ. എന്തായാലും നമ്മൾ കൊണ്ടുപോയത് അടിച്ച് പൊളിച്ച്. പറഞ്ഞപ്പോത്തിന് അടിച്ച് പൊളിച്ച്. അപ്പം രണ്ട് സൈഡിലായില്ലേ? അപ്പോൾ പുതിയ ഡിസൈനായി മതി. കാണാൻ വേറെ ലുക്കായി. നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ? നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തോ ഒരു ബട്ടണൊക്കെ വന്ന് നമ്മൾ ഓക്കെ കളിച്ചിട്ടുണ്ട്. എന്തിനാണോ എന്തോ. ഈ വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും കോൾ ചെയ്യാൻ പാടില്ലടാ. കോൺഫറൻസ് കോളാണ് ഗൈസ്.
മൈക്കിളുണ്ട്, ഫ്രാങ്ക്ലിനും ഉണ്ട്, ട്രവറും ഉണ്ട്. മൂന്നെണ്ണം പാടി ഒരു കോളിങ്ങിലാണ്. അല്ല നമ്മൾ ഇതൊക്കെ പോണ്, നമ്മളിങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഈ കോള് കട്ടാക്കാം, വണ്ടി എടുക്കുമ്പോൾ കോള് കട്ടാക്കാം. നമ്മളവിടെ ഇങ്ങോട്ട് പോകാനാണ് പറയുന്നത്. ഈ മിന്നി കളിക്കുന്നുണ്ട് കുഞ്ഞിപ്പൂവിൻ്റെ മാതിരി ഒരു സാധനം. നമ്മളിവിടെ കഴിച്ചു. നമ്മളിവിടെയാണ്. അപ്പം നമുക്ക് ഇതിൽ ഏതിലേക്കും ഒന്നിക്കുവാൻ 4 ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ എടുത്ത് കളിക്കാൻ പോവാം. സെറ്റപ്പ് ടാസ്ക് അവൈലബിൾ. ഓ വണ്ടി മാറ്റാ പന്നി. ഈ പാട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ലടാ. കളി ഓക്കെ ഇപ്പോഴാണ് കിട്ടിയത്. ആ സാധനം എന്ത് കാശ് തപ്പിയത് കിട്ടേണ്ടത് ശല്യം. നമ്മളിതാ കഷ്ടപ്പെട്ട് മോഷ്ടിച്ച വണ്ടിയുമായി പോകുന്നു. ഓ ഓ ഓ മിഷൻ കഴിഞ്ഞ ട്രവറിന്റെ മുടി ഒന്ന് ഫ്രീക്കാക്കണം. ട്രവറിന്റെ മുട്ടത്താലൊരു സുഖമില്ല. മാര് പ്രായം തോന്നിക്കണം ട്രവറിന്. നമുക്കത് മാറ്റണം. നമുക്കൊരു ന്യൂച്ചൽ ലുക്കാക്കണം. ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്? ളയാ സീൻ എവിടെ 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 എങ്കടാ? ഇവിടെ അല്ലേ? എല്ലാന്ന് തോന്നുന്നു. നമുക്ക് അടുത്തേക്ക് പോയേക്കാം. കേറിക്കാരാ ഈ സൈഡായിട്ട് മാറി മാറി മാറി. ഓക്കേ, എന്താ ഫുൾ വണ്ടികളൊക്കെ സൈഡാക്കിട്ടുണ്ടല്ലോ. ഒരു HS അല്ല മുമ്പ് പോണത്. ഈ വണ്ടി ട്രക്ക്. ട്രക്കിന് നമ്മള് എന്താ ചെയ്യണ്ടെന്നാണ്? നമ്മൾ മുമ്പ് കൊണ്ടേ പാർക്ക് ചെയ്ത് നോക്കാം. വണ്ടി നിർത്തി തരുക. വണ്ടി മാറ്റിക്കോളാം പന്നിച്ച്. വണ്ടി മാറ്റിക്കോ. ഇറങ്ങടാ പന്നി. എന്താടാ നായ നീ കാണിച്ചടാ പന്നി. വണ്ടി അവിടെ നിർത്തിയാണ്. എന്താടാ വണ്ടി തട്ടിച്ചിട്ട് ചെയ്ത് പാണ്ടമുക്ക് കട പോണ്. അടിയാണ് അടി സത്യം തോന്നി. ഒരു മനഃസാക്ഷി ഉണ്ടോടാ നായ നിനക്ക്? നിന്റെ ഫ്രണ്ടിനെ തല്ലിയിട്ട് നിനക്ക് വല്ല പ്രശ്നമുണ്ടാവും. ഇപ്പോഴാണ് അവൻ ഇറങ്ങി വരുന്നത്. അവനവിടെ ചത്തിട്ട് കുറച്ച് നേരമായി. പന്നി ആ ബാക്കില് ഏതോ ഒരു നായി കിടന്ന് കളിക്കുന്നുണ്ട്. ആ പന്നിനെ പിടിച്ച് അടിച്ചാൽ ശരി. ഇങ്ങോട്ടിറങ്ങാൻ പറ്റുമോ? നീ ഇവിടെ ഒരു ഓടിക്കണം വണ്ടി നിക്കടാ. പോലീസിനെ വിളിക്കുന്നടാ പന്നി. ചേടാ കുടുങ്ങിയില്ല. എന്നെ കൊന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. അത് വേറെ വിഷയം. അല്ല തെറി പിടിക്കണം നായ. കൊന്നിട്ടെന്നെ കാര്യം. എൻ്റെ അടുത്തേക്ക് എത്ത്. വാ നീച്ച മോനാ. നീച്ചടാ നീച്ച് പോലെ എങ്ങനാണ്ട്. ഷേപ്പുണ്ട് ഗൈസ്. ചതിക്കെടുത്തല ഇവിടെ കുറെ നേരം നമ്മൾ മറ്റാളാന്ന് വിചാരിച്ചു. അമ്മ ഷേപ്പിലാണ് ചെക്കൻ കെടുക്കണേ. പ്രശ്നമാണ്. പക്ഷെ എൻ്റെ വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കണ്ടെയ്നർ ഇവിടെ നിർത്തി പോകുമ്പോൾ നമ്മൾ ഈ സുന്ദരമാർന്ന വണ്ടി മിസ് ചെയ്യൂടാ. പക്ഷെ കുഴപ്പമില്ല, നമ്മളെ ജോലി ഇതായി പോയല്ലോ. നമുക്ക് വേറെ വഴിയില്ല. അപ്പം നമുക്ക് ലൊക്കേഷൻ വന്നിട്ടുണ്ട് ഗായ്സ്. നമ്മൾ പോവാണ്. നമ്മൾ പാണ്ടല്ലോർ എടുത്തിട്ട് പോവാണ്. വണ്ടി ഒരു സ്പീഡും ഇല്ല, ഒരു പറയില്ല. ഒന്ന് വണ്ടിയുടെ ഇത് മാറുന്നില്ലടാ. ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ ഗായ്സ് വണ്ടി. അപ്പുറത്തെ ട്രാക്ക് കൂടിയൊക്കെയാണ് ഡ്രിഫ്റ്റ് വർക്ക് ചെയ്യണം. സോറി മോനെ, തെറി വിളിക്കണ്ട മോനെ. ഞാൻ ഇപ്പോൾ ഒരു പണിയിലായി പോയി. അല്ല അപ്പോൾ അടിച്ചു കിട്ടീന്ന്. നമ്മൾ പോവാണ്. ഓണടിച്ചോളാം. ഓറാ ഇതിന്റെ റോട്ടിന് നടുവിലൊക്കെ ലൈറ്റ് പൊളിച്ചിട്ട് പോവാനെ. വണ്ടി എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇത്ര സ്പീഡ് കിട്ടുള്ളൂ. അപ്പോൾ ആരും മുമ്പിൽ എന്നാണ് ബ്ലോക്ക് ഇട്ടിട്ട് നമ്മൾ ഇടിച്ച് തെറിപ്പിച്ച് പോകണം. ഇത്ര തന്നെ. വലിവൊന്നുമില്ലാത്ത വണ്ടിയാണ്. എൻ്റെ മോനെ റോഡ് സൈഡിലാണോ വണ്ടി നിർത്തല്? മാറി നിർത്തണ്ടേ. വലിയ കുട്ടി ഗൈസ്. ഓക്കെ സെറ്റ്. വീണ്ടും വലിയ കുട്ടി ഗൈസ്.
ഓക്കെ ഓക്കെ കയറുന്നുണ്ട്. യെസ്, ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ? ഓക്കെ, ഇത് നമ്മൾ നേരത്തെ വന്ന ആ ഒരു ലൊക്കേഷൻ ആണല്ലോ. എത്തി നമ്മളെ സ്ഥലത്ത് നമ്മൾ കൊടുന്ന് സാധനം കൊടുത്തിട്ടുണ്ട്. ട്രക്കിൽ നിന്ന് ഇറങ്ങി മിഷൻ പാസ് ഗൈസ്. നമ്മളങ്ങനെ ഒടുവിൽ നമ്മുടെ ട്രക്ക് ഇവിടെ കൊടുന്ന് സൈഡാക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും വിളിക്കണേ. ഇവന്മാർ ഈ വണ്ടി കയറുന്ന ടൈമിലേ വിളിക്കുള്ളൂ. വണ്ടി കയറുമ്പോൾ ഫോൺ വിളിക്കാൻ പാടില്ലടാ നായ്ക്കളെ. എൻ്റെ കൺട്രോൾ തെറ്റില്ലേ, പല അപകടങ്ങളും ഉണ്ടാവില്ലേ. എന്തൊക്കെയായിട്ട് കാണിക്കുന്നുണ്ട് മനസ്സിലാവണ പോലില്ല. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോലെ ക്വസ്റ്റൻ ഇടാം. അടുത്ത നമുക്ക് മാറുകടാ. ഇവിടെ പാണ്ടിച്ചൊക്കെ മാറാ. ഓക്കെ, ഈ വണ്ടിക്ക് പോയെന്ന് എത്തും തോന്നുന്നില്ല. പാണ്ട വണ്ടിയാണ്. എങ്ങനെയുണ്ട് മച്ചാ, പൊളിച്ചില്ലേ? നായ്ക്കളെ വെറും തൊരയുള്ള അവിടെ ഒരുത്തൻ നമ്മൾ അടിക്കാനായിട്ട് നിൽക്കണ്ടേനല്ലോ. പോനാ പോയി അവിടെ കേസില്ല ചിലപ്പോ പൊന്നീന്ന്. എനിക്ക് പാട്ട് തീരെ ഇഷ്ടമില്ല. നമ്മൾ പാട്ട് കേൾക്കണം. നേരത്തെ കുറിച്ച് നിൽക്കിയ ബട്ടൺ ഏതായിരുന്നു? ഓക്കെ, അത് തന്നെയാണ്. അതോ ഇല്ല പ്രശ്നമില്ല. അത് പാട്ട് മാറി. സീൻ പാട്ട് ഓക്കെ പാട്ട് വേണ്ട നമുക്ക്. പാട്ടിട്ട് വണ്ടി ഓടിച്ചാല് അപകടങ്ങളുണ്ടാവും. അങ്ങനെയുണ്ട്. വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്താണ്. നമ്മളെന്ത് വിചാരിച്ചു വണ്ടി തട്ടിയെന്നല്ലേ? പക്ഷെ നമ്മളാ വണ്ടി തട്ടി. ഈ വണ്ടി എടുക്കലാ പോലടാ മോനെ നിൽക്കേ. അപ്പോട്ടാ 5 വിലയുള്ള വണ്ടിയാണ് എനിക്ക്. ഇതുകൊണ്ടേക്കും. ഈ വണ്ടി കാണാനൊരു രസമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇത് എടുക്കാം. ഇതിനെക്കാട്ടിയും ബെറ്റർ ആവുന്ന തോന്നുന്നു. മറ്റേ വണ്ടി എടുത്തോട്ടാ മോനെ. അതിനെക്കാട്ടിയും കുറച്ചും കൂടി ക്യാഷ് ഉണ്ടോ? കൊണ്ടേക്കോടാ. പന്നി കൊണ്ടാൻ പറഞ്ഞ കൊണ്ടേക്കൂടാ. എനിക്ക് മണ്ടണേ ഓടാ. ഇപ്പം നേരെ ഇല്ലാത്തോണ്ട് ചോദിച്ചില്ല. അതിലപ്പോൾ കൊന്നി. ഇത് കൊന്നാലും പ്രശ്നമാണ്. അതാ കേസ് എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണം. ഇതൊക്കെ പ്രശ്നമാണ്. നമ്മളിതാ പോകുന്നു. ഇത് സ്പീഡ് ഉണ്ടല്ലോ. വണ്ടീൻ്റെ മുമ്പ് ചെയ്താൽ പളങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് ആണ് നമുക്ക് തിരിയാനുള്ള സ്ഥലം. ഓക്കെ. റൂട്ട് മാറി. മോന വണ്ടി റിവേഴ്സ് വരുമ്പോ ശ്രദ്ധിക്കണ്ടേ? കാണിക്കുന്നുണ്ട്. ഓക്കെ, ബ്രോയിലർ സ്യൂട്ട് എന്താ എങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്? ഇവിടെ ഉണ്ട്. ഓക്കെ, ഏതാണ് ഈ ബ്ലോയിലർ? ഇതാണല്ലോ ബ്ലോയിലർ ഷൂട്ട്. പല കളറുണ്ട്. ഇതൊന്നും ബ്ലോയിലർ ഷൂട്ട് ഉണ്ടോ? നമുക്ക് മേലുള്ള ബ്ലാക്ക് തന്നെ രസമല്ലേ? ബ്ലാക്ക് എനിക്ക് വെക്കാം. ഓക്കെ, ഞങ്ങൾ പോട്ടണോ? എടുത്തല്ലോടാ ബ്ലോയിലർ ഷൂട്ട്. മൈക്കിളിനൊന്ന് ഞങ്ങണം. ട്രവറിന് നോക്കാം, മൈക്കിളിന് നോക്കാം, ഫ്രാങ്കിളിന് നോക്കാം. ഓക്കെ, എല്ലാവർക്കും കൊടുത്തോണ്. ആവശ്യമാവട്ടെ. ക്യാഷ് നമുക്കൊരു വിഷയമല്ലല്ലോ. നമ്മളോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി, കടയിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, അപ്പം അത് ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത ഭാഗത്തേക്കാണ് നമ്മൾ പോകണം. ഇനി നമ്മൾ അടുത്തതായിട്ട് 2 ലൊക്കേഷൻ ഉണ്ട് നമുക്ക്. പക്ഷെ നമുക്ക് ആദ്യം ഇവിടെ പോകാം. അതാണ് പെട്ടെന്ന് തീരും തോന്നുന്നു. മാറി നിൽക്കടാ, വണ്ടി പോണത് കാണുന്നില്ലേ പന്നി. ഇവന്മാര് പിന്നെ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. വിളിക്കണ വണ്ടി ഓടിക്കാൻ കയറി അവർക്ക് കോൾ ചെയ്യണം. ഓക്കെ മോനെ, നീയായിട്ട് കൊടുന്ന് മുമ്പ് കൊടുന്ന് നിർത്തിയതല്ലേ? അത് പോയി ഓക്കെ, എന്നാ ഓക്കെ. മാറി നിൽക്കും മോനെ. എന്താ റോട്ട്? കേസ് ആയിട്ടുണ്ട്. സീനല്ല. ഓക്കെ, സെറ്റ്. നമുക്ക് ഒന്നൊരു പ്രശ്നമല്ല. ഒന്നോ തടി ബ്രേക്ക് പിടിക്കാൻ മറന്ന് ഗൈസ്. അതൊന്നൊരു പ്രശ്നമല്ല. പോവാം. ഒന്ന് ലെഫ്റ്റ് കാണല്ലോ. വീണ്ടും ലെഫ്റ്റ്. ട്രവർ സിറ്റി കിടന്ന ഒരേ കളി.
വണ്ടി പവറുള്ളൂ, ബ്രേക്ക് കുറവാ. മുമ്പൊന്നൊരു പോലീസ് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല, എങ്ങനെ തന്നെ പോണം കേട്ടാ. കണ്ടാ പക്ഷെ കണ്ടിട്ടൊന്നും കാര്യമില്ലടാ, ഞാൻ കിട്ടൂല. എന്താടാ ഇവിടെ കിടന്ന് കളിക്കണേ? ഞാൻ പോകണ്ടേ? നേരല്ല. റൂട്ട് മാറ്റാം, ഇങ്ങനെ പോവാം. ഓക്കെ പെർഫെക്റ്റ്. ചെവിൻ്റെ ഉള്ളിൽ എന്താ കളിക്കണ്ട് ഗായ്സ്? ഓ ഗായ്സ്, പ്രശ്നമാണ് എൻ്റെ പൊന്നാളിയ. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, കംപ്ലീറ്റ്. ഒന്ന് പോവാം. ഈ ഷോപ്പിൽ നിന്ന് നമ്മുടെ ഒരു മാസ്ക് എന്തോ വാങ്ങാൻ പറഞ്ഞിട്ടാണ് പറയുന്നത്. നമ്മളെ വണ്ടി ഇവിടെ മാർക്ക് ചെയ്യാം. ചിപ്പുകളിൽ ഏത് മാസ്കാ വേണ്ടി? ഓഫ്, ചാരി മാസ്ക്. നമുക്ക് എങ്ങനത്തെ മാസ്ക് ആയി? ഫുള്ളായിട്ട് കവേർഡ് മാസ്ക് ആയിരുന്നു, അതല്ലേ ബെറ്റർ. നമുക്കേ ഈ കുരങ്ങട്ട ചുടിച്ചാലോ? ഓക്കെ, ഇത് നമ്മൾ ട്രവറിന് വാങ്ങി, ഇത് നമ്മൾ മൈക്കിളിന് വാങ്ങി, ഇത് നമ്മൾ ഫ്രാങ്കളിന് വാങ്ങി. സെറ്റ്. വണ്ടി കയറി. അപ്പോൾ അതും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അടിക്കാനാണ് ശ്രമങ്ങൾ, ചാടിക്കുത്തും. നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്കാണ് നമ്മളിനി പോകുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലൊക്കേഷൻ. പക്ഷെ ഇവരെന്താ കോളയുണ്ട്. മോനെ മറിക്കാൻ മാറാൻ പറഞ്ഞാൽ മാറണം. റോഡ് സൈഡിലാണ് കളിക്കണേ. എടാ എന്താടാ വണ്ടി വരുന്ന കാണില്ലേ? ഇല്ല സെഡിട്ടാണ് കൊരുന്നേ. ചേച്ചി ഇപ്പൊ കൊന്നേന്ന് ചേച്ചി. വണ്ടി വിഷയമാണ് ഗൈസ്, വണ്ടി വിഷയമാണ് കേട്ടാ, വണ്ടി വിഷയമാണ്. ഇക്കടെന്താ മെസ്സേജ് കഴിക്കണ്ട്, ഗൈസ് പോവാം ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇക്കടെന്തോ ഓക്കെ, നമ്മളിതാ പോകുന്നു. ഇൻഡിക്കേറ്റർ ഒന്നും ഇട്ടാ റോഡ് നമുക്ക് ഇറങ്ങണേ. ഇതിന്റെ ഉള്ളിൽ കൂടി പോയിട്ട് ഡ്രിഫ്റ്റ്. ഹെൽമെറ്റ് ഇട്ടില്ല, ഒന്നും പറ്റിയില്ലല്ലോ. ഒന്നും പറ്റിയില്ല, ഹെൽമെറ്റ് ഇട്ടണം. അതാണ് നമ്മൾ പറഞ്ഞത്, ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടണം, അല്ലെങ്കിൽ ഇപ്പൊ ചത്ത് പോയത്. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് നമ്മളെ ലൊക്കേഷനിക്ക്. ഓക്കെ, നേരെ തന്നെയാണ്. വണ്ടി ഒരേ പോക്കാണ്, വണ്ടി പോട്ട് പറഞ്ഞ. ഓക്കെ, ഇപ്പൊ കറക്റ്റായി. നമ്മളിതാ വീണ്ടും പോകുന്നു. ഓവർടേക്ക്. വിഷയം 2 ലോറികൾക്കിടയിലൂടെ ഒരു ഓവർടേക്ക്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അത്ര സക്സസ് ആയില്ല. വണ്ടി ഡ്രിഫ്റ്റ്. ഓക്കെ, ഈ പാട്ട് പിന്നെ വന്നിട്ടുണ്ട് അല്ലേ? വേണ്ട പാട്ടുണ്ടായി വണ്ടി ഓടിക്കാനില്ല. ഓക്കെ, റോഡ് കിട്ടി. നമ്മളിതാ പോകുന്നു. ഏലമണിക്കാട്ടില് മലം കുറവാ. ഓക്കെ, പോസ്റ്റിന് ചെവിയും കേട്ടൂടാ. മാറ. ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട്. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. എവിടെയാണല്ലോ, ഇവിടെയാണ്. ട്രക്കാണ് പ്രശ്നം. ട്രക്ക് എടുക്കാനാണ് നമ്മൾ പറയുന്നത്. ട്രക്ക് എടുക്കാം. അവൻ പ്രശ്നം ഉണ്ടാക്കുമോ? അവന്റെ ട്രക്കാണെന്നാണ് തോന്നുന്നത്. അടി വരുമോ? അടി വരും. പോടാ, ഞാൻ കണ്ടെ കൊടുന്നേരാം. എനിക്ക് ഈ പാട്ട വണ്ടി ഒന്നും വേണ്ട, ഒരു ചെറിയ വർക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കൊടുന്നേരാം. ഒരു ട്രാക്ക് ആയിട്ടാണ് ഈ ലൊട്ട വണ്ടി. എപ്പോൾ പോയി എത്താനവിടെ? അമ്മാര് എന്തോന്ന് കളിയടെ, ഓട്ടേക്ക് ഞാനായിക്കണേ. ഇവിടെ കാറ് ആ സൈഡിൽ കൂടി പോകാൻ ചെയ്യാൻ പോയിക്കോ. ഇനി മാറി തരാന്ന് പറ്റില്ല. ഇവിടെ ഫോണെ കടിച്ചോ? വളവാണ്.
വളവേ വളവേ. എടാ മറ്റോൻ ബാക്കിലാച്ച് വരുന്നുണ്ടാ വരുന്നുണ്ടാ സൈഡാക്കിയേ. ഓൻ ബാക്കിലാച്ച് വരുന്നുണ്ട്. ബാക്കിലാച്ച് വരുന്നുണ്ടെങ്കിൽ ഇത് വെറും ഇത് പ്രശ്നമാവും ഇത് പ്രശ്നമാവും ഇത് പ്രശ്നമാവും ഇത് പ്രശ്നമാവും പ്രശ്നമാവും. ഓ ഇറങ്ങി ഇറങ്ങി സ്ഥിതിക്ക് നമുക്ക് വണ്ടിയോട് സൈഡാക്കിയിട്ട് അവനക്കിടെ ഇടറ പൊട്ടിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ അത് നമുക്ക് വലിയൊരു പ്രശ്നമാവും. എടാ നായനോട് ഞാൻ വണ്ടി കൊടുന്നു തരാൻ പറഞ്ഞോ അവനെ വാടക തരാറിനോ പിന്നെ എന്താ നല്ല പൈസ ഉണ്ട് അപ്പോൾ അതെടുക്കാം. ഒരു പോലീസ് കേസ് ആയിട്ടുണ്ട് പക്ഷെ അത് നമുക്കൊരു പ്രശ്നമല്ല. എൻ്റെ പൊന്ന് മച്ചാമരെ ഞാനോട് പറഞ്ഞതാണ് വണ്ടി ഇപ്പോൾ കൊടുന്നു തരാൻ. വെറും ഷോ പട്ടി ഷോ. പക്ഷെ നമ്മളെ പിടിക്കാനൊരു പോലീസുകാരൻ വരുന്നുണ്ട്. അപ്പം നമുക്കത് ഒരു പ്രശ്നമാണ്. ഈ വണ്ടി വെച്ച് നമ്മളൊരു ചേസിങ്ങിന് നിന്നാൽ നമ്മളെന്തായാലും പൊക്കുന്നുള്ളത് കൺഫേമാണ്. അപ്പം നമുക്ക് ഇതിൽ കൂടെ കയറിയിട്ട് നമുക്ക് അതിക്കൂടെ ഇതിൽ കൂടെയൊക്കെ വരാം. പോലീസ് മാമനെ പറ്റിക്കണം. അപ്പം ഇങ്ങനെ പോയിട്ട് അയ്യോ ഓക്കെ ഇതിൻ്റെ കൂടെയൊക്കെ പോയിട്ട് വേറെ ഏതെങ്കിലും വഴി ഉണ്ടോ നോക്കട്ടെ. റോട്ടുമ്മക്ക് ചാടാൻ കിട്ടി റോട്ടുമ്മ കടല വെയിറ്റ് ഇങ്ങനെ പോയിട്ട് മാറാ എടുത്ത് കൊണ്ടുപോയി ഞാട്ടാ. ഈ കേസ് പോളം കിടന്ന് കളിക്കണം. ആ കുണ്ടൻ ചങ്ങാനെ തല്ലിക്കൊന്നാണ് പ്രശ്നമായത്. പക്ഷെ അയാൾ കൊല്ലാതെ തന്നെ പ്രശ്നമാണ് കഴിച്ചത്. നമ്മളെ മിഷൻ്റെ അടിയിൽ കൂടെ അയാൾ വന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യും? കേസ് പോയി. ഈ വണ്ടി കണ്ട ഇതൊരു അനുസരണമില്ലാത്ത വണ്ടി. തിരിച്ചാലും വരില്ല മറിച്ചാലും വരില്ല. എന്തോന്ന് പ്രശ്നം ഇടയത്. പട ഹെൽമെറ്റ് ഇടണോ? ഓക്കെ ബൈക്കേറെ ഹെൽമെറ്റ് ഇട്ടു വയസ്സ്. ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ ഡേഞ്ചർ. നേരത്തെ കണ്ടില്ലേ സത്ത് പോകുണ്ടാ. ഓക്കെ നൈസായിട്ട് പോകുന്നുണ്ട്. ആപ്പില് ഇനിയും എനിക്ക് കാണിക്കണ്ടേ ഞാൻ പോവാം. ഞാനാണ് ഗൈസ് ബാക്കിലൊക്കെ കിടന്ന് മാറ വണ്ടി അതിന് കാണില്ലേ. വണ്ടി വരുമ്പോഴാണ് അവൻ്റെ കളി. ആ കൊക്ക കിടന്ന് കാണുന്ന ഗൈസ് സീനാണ്. ഇങ്ങനെ ഇത് ചെറിയ റോഡ്. ഓക്കെ മാറി അവൻ്റെ ബ്രേക്ക് ലൈറ്റ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തിനാ വെറുതെ ബ്രേക്ക് ലൈറ്റ് ഒക്കെ അല്ലേ. അതേപോലെ നമ്മളെ ഫ്രണ്ട് ലൈറ്റും പോയിട്ടുണ്ട്. ഒറ്റക്കണ്ണൻ അയക്കണ ഗൈസ് കാണിച്ചരാ. ഒറ്റക്കണ്ണൻ പോവാം ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവൻ്റെ ബ്രേക്ക് ലൈറ്റും പോയി. അതോ പ്രശ്നമായി ഇല്ല ഒരു ഒറ്റക്കണ്ണുണ്ട്. ഏകദേശം രണ്ട് കണ്ണും പോയി നമ്മൾ എങ്ങനെ പോകും? ഇത് കൂറ്റാക്കൂരിടിത്തൊട്ട് അല്ലേ എന്താണ് എന്താ പറയാ വേണ്ട. ഈ രാത്രി നമ്മളെങ്ങനെ പോകും വെളിച്ചമില്ലാതെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ. ഓക്കെ അത് നമ്മുടെ മറ്റേ ലൊക്കേഷൻ തന്നെ. വണ്ടി കയറ്റി പാർക്ക് ചെയ്യും. എന്തോ എങ്ങോട്ടാ പോണത്? എച്ചാതി പാർക്കിങ് ഇറങ്ങടാ. അങ്ങനെ നമ്മൾ ഇറങ്ങി ഗൈസ്. ഇനി നമ്മൾ ഈ വണ്ടി എടുക്കാൻ പോണു ഗൈസ്. അങ്ങനെ നമ്മുടെ മിഷൻ മാസമായിട്ടുണ്ട് ഗൈസ്. എന്ത് ചെയ്യേണ്ടി? എല്ലാ വണ്ടിയും കൊടുത്തിട്ട് മാസ്ക് ഓക്കെ ഫോൺ വിളിച്ചേക്കാം. വണ്ടി എടുക്കണില്ല ഗൈസ്. വണ്ടി എടുത്താൽ ചിലപ്പം എങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഐഡിയ വെഹിക്കിളോ? ഒന്നും മനസ്സിലായില്ല. ഒന്നും പറഞ്ഞതും ഇല്ലല്ലോ നായി. നമ്മളുണ്ടാക്കിയ ബ്ലോക്കാണ് ഇപ്പോൾ. സോറി ഗായ്സ് നമ്മൾ സൈഡാക്കി തരാം. നമ്മളൊരു ചെറിയൊരു ഫോമിലാണ്. ലൊക്കേഷൻ മീറ്റ് ദ മൈക്കിളിനെ മീറ്റ് ചെയ്യാൻ. ഓക്കെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഓക്കെ ഈ ഒരു തുള്ളി കളിക്കണുണ്ടാ അവിടെ ലൊക്കേഷൻ ഇടാം. നമ്മൾ തിരിച്ചാൽ പിന്നെ വണ്ടി 1.5 തിരിയല്ല തിരിയാണ്. നല്ല വണ്ടി ഉണ്ടാ ഉണ്ട്. വായിച്ചെടുക്കുക. സോറി മോനെ നമുക്ക് വണ്ടി അങ്ങനെ ബ്ലോക്ക് ആക്കേണ്ടി വന്നു. സൗണ്ടൊക്കെ ഉണ്ടല്ലോ. ഇത് പ്രശ്നമാവും. വണ്ടി ഓണായില്ലേ? ഓണായി. ലൈറ്റൊക്കെ ഒന്ന് കൂട്ടിയിടാം. രാത്രിയല്ലേ ഗൈസ്. വല്ല അപകടവും ഉണ്ടായാൽ എന്ത് പറ്റും? വണ്ടി അത്യാവശ്യം സ്പീഡ് ഉണ്ട്. ബാക്കും
പ്രശ്നമാണ്. ഇങ്ങനെ അരിച്ച് വളച്ചാലും അമ്മാതി വളരും വളി ഭയങ്കര സീനാണ്. ഇതാകുമ്പോൾ ആ സീനൊന്നുമില്ല. നമ്മളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. ആ കേട്ടാ നമ്മൾ നൈസായിട്ട് കൊണ്ടാൻ പറ്റും. തട്ടിച്ചില്ല, തട്ടിന്ന് വിചാരിച്ചില്ല നിങ്ങള്. ഇവനെ പോലത്തെ ഓരോന്നാണ് ഈ വണ്ടി തട്ടിക്കാൻ കൊണ്ടുവരണം. അതിനെപ്പോലൊരു ഹെവി ഡ്രൈവർ ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു ആക്സിഡന്റ് അവിടെ ഇല്ലാതായത്. അല്ല ഇപ്പോൾ വൻ വിഷയമായി അവിടെ. ഓക്കടാ, ഇതാണ് പ്രശ്നം. ഇപ്പം ഞാൻ ബ്രേക്ക് അടച്ച് ചവിട്ടിയതുകൊണ്ടാണ് ആ വണ്ടി മറാഞ്ഞത്. അല്ല, ഞാൻ ആ ബ്രേക്ക് അടച്ച് ചവിട്ടിച്ചില്ലെങ്കിൽ എൻ്റെ അവസ്ഥ ആ വണ്ടി 4 മറിച്ചിന് മറിഞ്ഞായിട്ട് ആൾക്കാരെ തല വേറെ, ഹോട്ടലിൽ വേറെ ഒക്കെ ആയി. ആർക്ക് പോയി? ആ കുടുംബത്തിന് പോയി. എന്നിട്ട് കേസ് നമ്മൾ കൊടുന്നിടിച്ചാൽ നമ്മൾ എങ്ങനെ അടിക്കും കാശ്? നമ്മൾ ഒരു വണ്ടി നമ്മളെ മുമ്പിലുണ്ട്, അപ്പം നമ്മൾ കാണൂല അവിടുന്ന് ഒരു വണ്ടി വരുന്നത്. അപ്പം അവർ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? എന്താ എല്ലാത്തിനും പോയി നമ്മളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അത് വേസ്റ്റ് ഒന്നും അവിടെ വെച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഒഴിവാക്കിയാ. നമ്മളെ മൈക്കിളാണ് അവിടെ നിന്ന്. ഇതല്ല, ഇത് മൈക്കിളല്ല, അയ്യേ ആണ് മാറിപ്പോയി, സോറി. മൈക്കിൾ ഇത് ഇവിടെ. മൈക്കിളാ ഒന്ന് കേറാ മച്ചാനെ, ഒന്ന് സ്ലോ മോഷൻ ഇട്ട് കളിക്കാൻ വേണം, ഒന്ന് കേറാ. ഞാൻ പോണ്ടി പറടാ. ബലമായ സംശയം ഒരു കള്ളും കുപ്പിന്റെ ചിഹ്നം കാണിക്കുന്നുണ്ടോ മാപ്പില്? അങ്ങോട്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഇങ്ങോട്ടും ആവില്ല. അതെ, കള്ളും കുപ്പിക്ക് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പോയാക്കാം. റൂട്ട് മാറി. മാറി. ഓക്കേ, എടാ ചോറക്കണ പന്നി കുത്തി കൊടലെടുക്കും ഞാൻ. ഇതൊക്കെ പറയാം, നമ്മളെ വണ്ടീന്റെ ലുക്ക് കണ്ടിട്ടേക്കാരും പേടിച്ചോണ്ടിരുന്നേ. അതെ, മുമ്പ് നോക്കും ഗായ്സ്. തല്ലാനാണ് പ്ലാനിങ്, പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ കിട്ടിയിലൊരു ബാറിലേക്ക് കയറുന്നുണ്ട് ഗായ്സ്. അടിച്ച് കിണ്ടി അയച്ച് 2 മണി വരുന്നുണ്ട്. ഇനി ആരാ വണ്ടി വിട്ടാ നോക്കളെ? തീരെ ഒരു ഉത്തരവാദിത്ത ബോധമില്ലാത്ത 2 ഫുണ്ടകൾ. കണ്ടാ നിങ്ങൾക്ക് നടക്കാൻ പോലും പറ്റണില്ല. ഇവരെ കൊണ്ട് എങ്ങനെ ഞാൻ വണ്ടി ഓടിക്കും? എനിക്ക് തെറിവിളിക്കൊരു കുഴപ്പമില്ല. നമ്മളിതാ പോകുന്നു വീണ്ടും. വയസ്സ് ഇത് എനിക്ക് വണ്ടി ഓട്ടം അറിയാത്തതുകൊണ്ടല്ല വയസ്സ്. കണ്ടാ വയസ്സ്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല വയസ്സ്. വണ്ടി ഒറ്റക്ക് തിരിഞ്ഞ് കള്ളു കുടിച്ചിട്ട് ഇതൊക്കെ പോണേ. വണ്ടി എങ്ങനെ ഞാൻ അവിടെ എത്തിക്കും? കെട്ടിറങ്ങണ്ട. അതോ പ്രശ്നമാണ്. ഒറ്റ പന്നി. ഈ ഡ്രൈവർ ഒറ്റക്ക് ആണ്ട് കൊണ്ട് പിടിച്ച് തിരിക്കാണ്. ആകെ ഒരു ഒറ്റക്കണ്ണാണുള്ളത്, അത് കളയണ വെറുതെ. പോലീസ് കേസ് ആക്കിയില്ലടാ പന്നി. അതോ ഇവനും ഇത് കേടുന്ന്. ഞാൻ ഇങ്ങോട്ട് തിരിക്കുമ്പോ അവനെന്തിനാ അങ്ങോട്ട് പിടിച്ച് വലിക്കണ്? ഒറ്റ കളിച്ചാ പോലടാ പന്നി, ഇന്നെ വിളിക്കണം. അയ്യോ ലൊക്കേഷൻ ശരി, പോലീസ് കേസ് ഉണ്ട്, പ്രശ്നം ഇല്ലല്ലോ. ബാങ്ക് ഗൈസ്, ഇതൊരു ബാങ്കാണ് ഗൈസ്. ഇവിടെ എന്തോ ചർച്ചാ വിഷയം നടക്കുന്നു. ഇവിടെ ഇപ്പോഴും പ്രശ്നമാണ്. അങ്ങനെ നമ്മളെ ട്രവറിന്റെ കെട്ടിറങ്ങി എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മളിവിടെ എന്ത് ചെയ്യണമെന്ന് ആ മൈക്കിൾ പന്ന സുന്ദരനായ ഒരു മോൻ പറയാതെ പോയി. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ആ മൈക്കിൾ ഇപ്പൊ ഇവിടെ പോയി. പന്നി ചതിച്ച്. നമ്മൾ എന്ത് ചെയ്യും ഇനി? കണ്ടത്ത് കൂടെ കയറി പോകണം, നല്ലപോലെ സ്റ്റെപ്പ് ഉണ്ടായിട്ട് ആയിക്കൂടെ കൂടെ കയറി പോകണോ? നമ്മളെ വണ്ടി ഇപ്പോഴും അതേ നിൽക്ക് തന്നെ. എന്തോ ഇത് കാണിച്ചിട്ടുണ്ട്. മൈക്കിളിന് പിന്നെ ഫോൺ വിളിച്ചാല് ഈ പന്നിക്ക് പറഞ്ഞിട്ട് പോയാൽ പോരാ അല്ലേ? ഒരു ഫുണ്ടൻ ചെക്കൻ പറഞ്ഞിട്ട് പോവാണെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നോ? അപ്പം നമ്മളിഞ്ഞു എനിക്ക് പിന്നെ വിളിക്കണം, എന്നിട്ടോ ലൊക്കേഷൻ നമ്മോട് പറയാം. അത് ഹെൽ അറിയോ? ആ നായി ബിസിയാണല്ലോ. പിന്നെ ഏത് അടുപ്പൊക്കെ നമുക്ക് വിളിച്ചത്? അല്ല, പിന്നെ മെസ്സേജ് കാണിച്ചോ? സ്ലീപ്പ്. ഫ്രാങ്കളിനൊക്കെ ഉറങ്ങാണെന്നൊക്കെയാണ് പറയണത്.
വെറുതെ ഫ്രാങ്ക്ലിൻ വിളിച്ച് നോക്കിയാലോ? എന്തേലും ഓൻക്കറിയില്ല ലൊക്കേഷൻ. ഓൻക്കല്ല പറയുക. ഓൻ നല്ലേക്കാണ് പറഞ്ഞേരും. ആ ഫ്രാങ്ക്ലിൻ. ആ ഫ്രാങ്ക്ലിൻ ഫോൺ എടുത്തിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഉറങ്ങാണെന്നൊക്കെയാണ് പറയണേ. കള്ളൻ. ഐ ആം കമ്മിങ്. ഓക്കെ ഓക്കെ ലൊക്കേഷൻ കിട്ടി. ഫ്രാങ്ക്ലിനെ എടുക്കാം. സോറി. ആ ഫ്രാങ്ക്ലിനെ തന്നെ. ഇവിടെ ആ മിന്നി കളിക്കണം. കുഞ്ഞു ഇവിടെ. ആ അതെ 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 ഇവിടെ. ഓക്കെ വേഗം. ഒറ്റ കണ്ണു വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. ഫ്രാങ്ക്ലിനെ ഏട്ടൻ എത്തിയിടാ. പൊന്ന് ഓ ഡിവൈഡറിനെ ആർക്കൂടെ കയറി പോണ്ട്. എങ്ങനെടേ സീനല്ല. എന്റെ കാറിന് പ്രശ്നമായിക്കണില്ല. എന്റെ കാറ് മാത്രം അല്ല. പിന്നെ ഓ വന്നു ചോർക്കട വന്നു. ഓക്കെ ഇവിടെ ഇവിടെ ആണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. നോക്കട്ടെ. ഓക്കെ ആ ഫ്രാങ്ക്ലിനാണ് നിൽക്കണേ. ഫ്രാങ്ക്ലിൻ ഒന്ന് വേഗം വന്ന് കേറോ. ടൈം ഇല്ലടാ മോനെ. ഫ്രാങ്ക്ലിൻ ചോദിച്ചു നമ്മളാ മറ്റേ പബ്ബല്ല, അതായത് സുഖല്ല മോനെ. നല്ല രസമുള്ള വണ്ടി, നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ എൻ്റെ വണ്ടിക്ക്. ഓക്കെ നമ്മൾ പറഞ്ഞാൽ എന്താണ്, ഫ്രാങ്ക്ലിൻ വെച്ച് നമ്മൾ അതേ സ്ഥലത്തേക്ക് തന്നെ പോകണം എന്നാണ് തോന്നുന്നത്. ഇതെന്തടാ ഇങ്ങനെ ആടി ഉലഞ്ഞിട്ടൊക്കെ വരുന്നത്? ഈ വണ്ടി ഓടിക്കാൻ പറ്റൂലെങ്കിലും ഈ വണ്ടി ആ വണ്ടി കയറും ചെയ്ത്. ഇനിയിപ്പോൾ തീർക്കാതെ വേറെ രക്ഷയില്ല. അല്ലെങ്കിലും ഈ വണ്ടി എടുക്കണേ ബെറ്റർ. വേറെ ഏത് വണ്ടി എടുത്താലും ഇപ്പം എൻ്റെ ഇഷ്ടത്തിന് ഓടിക്കും. കള്ളു കുടിച്ച് അതപ്പത്തെ പോണേ പന്നി എന്തോന്നേ കാണിക്കണേ. എടാ എടാ ഇങ്ങണ്ടാ എനിക്ക് എടുത്ത് തന്നെയാണ് ലൊക്കേഷൻ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അങ്ങോട്ടൊന്നും പോവല്ല മോനെ, അങ്ങോട്ടൊന്നും പോവല്ല. അവിടെ വണ്ടി വരുന്ന പന്നി ഇങ്ങോട്ട് വാ. ഇത് പിന്നെ അങ്ങോട്ട് പോണേ. എടാ ഇവനെത്ര സൈഡ് വലിവ്. ഈ എടാ പന്നി കണ്ടത്ത് കൂടെ കൊണ്ടുപോണേ. ആ ലൊക്കേഷൻ ഇവിടെ എടുത്ത് തന്നെ, അതുകൊണ്ട് വലിയ പ്രശ്നം തോന്നില്ല. വേറെ ഷോപ്പിംഗ് മാളിലൊക്കെ എത്തിച്ചത്. ഓ ഏതാ നിർത്താൻ നോക്കിയിട്ട് അവരുടെ ഒരു കിളി വിൽക്കണ അതിലൊക്കെ പറയണ്ടേ. കുണ്ടന്മാരാണ് കൈസ്. എന്ത് പോക്കാടാ അങ്ങനെ ഒരു പോക്ക്. എടാ പോയി കഴിഞ്ഞടാ. എടാ ഒന്ന് പറഞ്ഞിട്ട് പോടാ ഇനി എന്ത് ചെയ്യണ്ടെന്നുള്ളത്. ഒന്നും പറയാതെ അവന്മാർ കുടിച്ച് കഴിഞ്ഞ് വരാണ്ട് പോവാ. എന്ത് പരിപാടി ഇത്? എന്നാ പറയണ്ടേ എങ്ങോട്ടാ പോകണ്ടീന്ന്? അതൊന്നുമില്ല, ഒരു മര്യാദ ഇല്ലാത്ത പോക്കാണ്. ഇനിയിപ്പോൾ നമ്മളെന്ത് ചെയ്യാ? സെലിബ്രേറ്റ് ആയിട്ട് ഒരു ഡോട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ? സെലിബ്രേറ്റ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിലല്ല. മേലക്കോ മേലക്ക് എവിടെ? ആ ഓക്കെ. എന്താ അവിടെ നിന്ന് പോയേക്കില്ല. സെലിബ്രേറ്റ് ചെയ്യിട്ടില്ല അങ്ങനെ എന്താ സംഭവം? പോയേക്കലാ. ഇവൻ ഇപ്പോഴും കെട്ടിറങ്ങിയിട്ടില്ലേന്നോ അതിന്റെ. സോറി താത്താ, ഞാനല്ല വണ്ടി ഓടിക്കണം. ഈ നോയി കിടന്ന് സ്റ്റോറിങ് കിടന്ന് കളിക്കണം. ഇവിടെ സ്റ്റോറിങ് ഒന്ന് വിടറ. അതെ സോറി ഇത് മാറിക്കാണോ പോരാ. ആ ഓക്കെ ഫോണ് കളിച്ചു ഇവിടെ റൂട്ടർ സെൻറ്റർ കൂടി നടക്കണം. അടിച്ച് കൊല്ലണ്ട പന്നിനാ. ആ കെട്ടിറങ്ങിയിട്ട് ഞാൻ കുറച്ച് നേരം ഉണ്ടാവും. ഇപ്പോഴാണ് കെട്ടിറങ്ങിയത് ശരിക്കും. നമ്മുടെ ലൊക്കേഷൻ ഇത് എന്തിനുള്ള ലൊക്കേഷനാണ് നമുക്കറിയില്ല. ജസ്റ്റ് ഇവിടെ എന്താണ് സെലിബ്രേറ്റ് ക്ലബ്ബോ ഇവിടെ? മേലെ കയറി പോയാൽ മതിയാ? കയറി പോയേക്കലാ. നമ്മളിതൊരു ഈ ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്ന് കണ്ട ഫുൾ ചാടി. തുറന്ന് ഉള്ളിൽ എന്താണിത്? ഇവിടൊന്നും വയ്യില്ലേ? ആ അടിക്കാലേ. സോറി വലിയ വള്ളി കേസ് ഉണ്ടാവോ എന്തോ. ക്ലബാണല്ലേ?
എന്താ മോളെ ഇവിടെ ഒരു കളി? ഇവിടെ എന്തോടെ ഇവിടെ എന്താ പരിപാടി? ഇവിടെ എന്താ പരിപാടി? സെക്യൂരിറ്റി എന്തിന്? ഞാൻ സാധാ പോലെ വന്നതല്ലേ, വെറുതെ സീൻ ഉണ്ടാക്കണതിന് നോക്കളെ. അടി ഒക്കെ മ്യൂസിക് പരിപാടിയൊക്കെ വെച്ചൊരു വമ്പ സെറ്റപ്പ് തന്നെ ഉണ്ട്. പുറത്തിറങ്ങി നമ്മൾ ചാടിയൊക്കെ ഇറങ്ങും മാസ്. ഓക്കേ ഓക്കെ ഓക്കെ. അതിനോടൊക്കെ നമുക്ക് കയറി പോകാൻ പറ്റില്ലല്ലോ. ഒരു റെഡ് ഡോട്ട് കാണിക്കണ്ടല്ലോ, അവിടെ പോയിട്ട് എന്തോ പ്രശ്നം ഉണ്ടാകുന്നത്. ഇവനെ ഏറ്റാണോ? ആ ഇവനെ എന്തരാ എന്തരാ നീ വലിയ കയ്പക്കാരനാണെന്ന് കേട്ടു. നീ അടിക്കോടാ. നേരെ ഇപ്പടിയടാ, ഇപ്പടി അടീന്ന്. എന്താ എനിക്ക് അടിച്ചാലിന്നെ പോലീസ് കേസ് ആയില്ല. ഇതേതാ റോഡ്? സോറി, നമ്മളെ ലൊക്കേഷൻ മാറി. ഇറങ്ങാനുള്ളത് കയറാനുള്ളതൊന്നും മനസ്സിലാവുന്നില്ലടെ. എന്നിട്ട് മാറി നിൽക്കണ ശവോടെ. ഹലോ സുഖല്ല മോനെ? കലിപ്പ് തീർന്നില്ല എനിക്കൊന്നും അതിന്. ഞാൻ പോട്ടെട്ടാ. ഇവിടെ ഇവിടെ ആ ഇങ്ങനെയാണ് തോന്നുന്നുണ്ട്. കയറ്റം കയറി കണ്ടല്ല, ഒരു ഇറക്കൊക്കെ ഇറങ്ങിയാണ്ടാ. പ്രശ്നമാണ്, പുറത്തിറങ്ങിയ ഫുൾ പ്രശ്നമാണ്. ഓടിക്കോ സുരേന്ദ്ര, ഓടിക്കോ 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 ഓടിക്കോ. ആ കറക്റ്റ് ടൈമിൽ നല്ലൊരു വണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ബാക്ക് തോന്നതാ നമ്മളെ തള്ളി നീക്കി തരുന്നു. ഓക്കെ നമ്മൾ പോട്ടെ. പൊന്നളിയ. ഓ വണ്ടി മഞ്ഞ എന്തേലും ബാക്കി ഉണ്ടാവോ? അത് പരിവാക്കി വെച്ചിരിക്കുന്ന വണ്ടി. പിന്നെയും പോയി. ഇത് മറ്റേ സാധനം ഏത്? മറ്റേ കുരുവിയിലുണ്ടല്ലോ, വിജയണ്ണനൊരു വണ്ടി എടുത്തിട്ട് പോണേ. മറ്റേ ആക്സിലേറ്റർ കേബിളൊക്കെ കടിച്ചു പിടിച്ചിട്ടൊരു പോക്കുണ്ടോ, അത് സാധനമാണിത്. അവനൊരു വില്ല് പടല്ലേ. ആ എന്നാലും കുഴപ്പമില്ല. എങ്ങനെയുണ്ട് മോനെ? നൈസ്. വേറെ പ്രശ്നമുണ്ട്, നമ്മളങ്ങോട്ടില്ല. വണ്ടീൻ്റെ കൊണ്ടിത ഇടുക്കിയ ഭാഗത്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു ഇടി. എന്നാ എന്തൊക്കെ കാണിക്കണത്? ഇവിടെ ഒരാളെ കൊല്ലാൻ എന്തോ ഉണ്ട്. ഒരു റെഡ് കാണിക്കണുണ്ട്, അതിനെ കൊല്ലണം ആദ്യം. പക്ഷെ ഇവൻ്റെ അടുത്തേക്ക് എങ്ങനെ കയറും? മേലെ കയറണല്ലോ ആദ്യം. ഇങ്ങനെ അതിൽ കൂടി പോയാൽ ചില വേറെ ഉടനെ എന്തിനാണ് വെറുതെ? പോലീസുകാരൊന്നും ഇല്ലല്ലോ. മേലെ കയറാൻ എന്തോ മേലെ കയറാൻ വഴിയാണ് തോന്നുന്നത്. ഇങ്ങനെ വാങ്ങിച്ചോ? ഇങ്ങനെ വാങ്ങില്ല. ആ റെഡ് പോയല്ലോ. കൊല്ലണ്ട ഞാൻ ശരിക്ക്. ഈ പോലീസ് കേസ് എങ്ങനെ ഒഴിവാക്കിയാൽ മതിയാവും അല്ലേ? എല്ലാ വണ്ടി പൊളിച്ചിട്ട് തന്നെ നമ്മൾ പോണത്. മാസമാവട്ടെ വെച്ചിട്ട്. പോലീസുകാർ ഇല്ലാത്ത റൂട്ടിന് നമ്മളിങ്ങനെ പോവാം. ആ കേസ് പോയി. ഇവിടെ അടുത്താക്കി വിളിക്കുന്നുണ്ട് കാശ്. എന്താണ് പേര്? നിക്കലോ? എല്ലാ വണ്ടി അതേ ഉണ്ടെന്ന്. ആ ഓക്കെ പെർഫെക്റ്റ് വണ്ടി. ഒരാളും പണി ഉണ്ടല്ലേ? ഇജ്ജ് ഇറങ്ങണ? ഇറങ്ങണ്ടേ? നിന്റെ ഒരു ട്രിപ്പിന് പോരെന്നല്ല നമുക്ക് വണ്ടി ഇപ്പൊ തൽക്കാലം ഇവിടെ നോക്കി. ഓക്കെ കേട്ടോ ഗൈസ്, മിഷൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത ലൊക്കേഷൻ നമുക്ക് എന്തെങ്കിലും ഇട്ടിട്ട് നോക്കാം. അടുത്ത ലൊക്കേഷൻ നമ്മൾ എങ്ങോട്ട് ഇടും ഗൈസ്? നമ്മൾക്ക് ഇവിടെ ഒരു ഏരമാർക്ക് കാണിക്കുന്നുണ്ട്. വേഗലാ മാറി നിക്കട, റോട്ടും കൂടെ മാഞ്ഞാളം. അതും കേസായ എന്തോന്നിടേ ഇത്? ആയകിയല്ലേ അവനുണ്ട്. പ്രശ്നമല്ല, നമുക്ക് പോകാലോ. നമ്മളെന്തിനു പേടിക്കണം? പോലീസ് വന്നാൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അതോ റൂട്ട് ഇപ്പം തന്നെ മാറി. ഒരു ബൈക്കല്ലേ പോയത്, പക്ഷെ നമുക്ക് ബൈക്ക് വേണ്ട, ഈ കാറിൽ തന്നെ പോവാം. അടുത്ത ബൈക്ക് ഓറഞ്ച് കളർ സാധനമൊക്കെ പോണേ.
പോലീസ് കേസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ സൂക്ഷിച്ച് പോകണം. പോലീസ് ഇതിൽ കൂടി ഈ റൂട്ടിന് വന്നിട്ട് കറക്റ്റ് നമ്മളെ മുന്നിൽ തന്നെ വന്ന് കയറും. പക്ഷെ നമ്മൾ സൈഡിൽ കൂടി മാസമായിട്ട് പോയിട്ടുണ്ട്. നമ്മളെ കണ്ടിട്ടില്ല. ഇവിടെ കണ്ടിട്ടില്ല. നമ്മളെങ്ങനെ കാണാൻ, നമ്മൾ അത്രയും സ്പീഡിലല്ലേ പോണത്. ഒരു മിന്നായം പോലെ കണ്ടു കാണും. ഓക്കെ അല്ലടാ ഈ സൈഡിൽ കൂടി കയറിയത് മാസ്, വെറും മാസ്. ഓറഞ്ച് വണ്ടിയൊക്കെ എടുത്ത് മാറ്റിക്കോ മോനെ. ആരാന്ന് എനിക്കറിയില്ല. ഇവിടെ പൊട്ട അങ്ങോട്ടല്ലടാ വണ്ടി എടുക്കാൻ വരുമ്പോൾ തിരിച്ചുണ്ട്. ഇങ്ങോട്ട് തന്നെ തിരിച്ചാൽ ഞാൻ കൊടുന്ന് കയറ്റതല്ലേ ഉള്ളൂ. സൈക്കിൾ പൊന്നാളിയാ അപ്പം തന്നെ സൈക്കിളുള്ളവരൊക്കെ പോയിന്. വേണ്ട 100-110 ഒരൊറ്റ പൊടിയാണ് സ്റ്റാറിങ്. അല്ല ആക്സിലേറ്റർ. ബ്രേക്കുമ്പോഴൊന്നും കാലേ ഇല്ല. വേണ്ട എൻ്റെ പൊന്ന് മോനസി. ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ആർക്കും പറ്റിയ വയസ്സ്. പൊന്ന് മോനെ എന്താ ഉണ്ടായി? എന്താ പറ്റി? അയ്യോടാ. ഹലോ 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 എന്ത് പറ്റി മോനെ? ചേടാ പ്രസവിക്കാനായ പശുവാണെന്ന് തോന്നുന്നു. അകിടൊക്കെ ഉണ്ട്. മാറ്റണം അഞ്ചു ഇവിടുന്ന്. വേണ്ട അവിടെ കിടന്നോട്ടെ. വനംവകുപ്പ് കേസ് എടുക്കുമോ എന്തോ. അല്ല അതെന്ത്, പശുവിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ കെട്ടിട്ട് വളർത്തും. അല്ലാതെ വണ്ടി പോണ റോഡ് സൈഡ് കൊടുത്തിട്ട് അല്ല പശുവിനെ വളർത്തേണ്ടത്. ഞാൻ പറഞ്ഞ 100% യോജിക്കുന്നില്ല കാശ് നിങ്ങളെ. അങ്ങനെയാണ് റോഡ് സൈഡിലൊക്കെ പശുവിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ. അതും കയറില്ലാത്ത മെയിൻ പ്രശ്നം. പശുക്കൾക്ക് ഫ്രീഡം കൊടുത്ത് വളർത്തുക. എന്താ പറ്റുക? ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ അതേ പറമ്പിൽ ഫ്രീഡം കൊടുക്കണം. അല്ലാതെ ഇവിടെ എന്തോ പ്രശ്നമുണ്ട് ഗായ്സ്. പോലീസുകാരെ സഹായിക്കാനാണ് നമ്മൾ പറയണത്. ആരെ സഹായിക്കാനാണ്? ഇവിടെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ. ഇത് വേണം വള്ളി കേസ്. നമുക്ക് പോവാം. നമ്മളെ വണ്ടിനെ ഫ്രണ്ടിൽ ഫുള്ള് ബ്ലഡാണ്. ഇനിയിപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കേസ് കിട്ടും. വെറുതെ ആവശ്യമായിട്ട് വള്ളി എടുക്കണ്ട. നമുക്ക് പോവാം. അതാണ് കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നതാണ് ഗൈസ്. അങ്ങനെ പശുവിനെ വളർത്തുമ്പോൾ ഒന്നെങ്കിൽ ഒരു കണ്ടത്ത് വളർത്തണം. ഫുള്ളായിട്ട് കണ്ടത്താക്കിയായിട്ട്. അതായത് ഇപ്പം എങ്ങനെയാണ് ഒരു സ്ഥലം എടുത്തിട്ട് ഐ ലവ് ബിയർ മോറെ നിൽക്കടാ. ഇത് ട്രവറിൻ്റെ ഏരിയയാണ് പൊട്ടന്മാരെ. അതാണ് ഇത്ര സ്പീഡ് പോകുന്ന ട്രവറിൻ്റെ സ്വന്തം ഏരിയയാണ്. അതന്നെ. ഇപ്പോൾ പശുവിനെ നമ്മൾ എന്ത് ചെയ്യണം? വളർത്തുമ്പോൾ ഒരു കണ്ടത്ത് മതിലൊക്കെ കെട്ടി പുറത്ത് പോവാത്ത രീതിയിൽ വളർത്തണം. അല്ലാതെ റോഡ് സൈഡിൽ കൊടുന്നിട്ട് കയറുമില്ല കൊണയുമില്ലാതെ വളർത്തിയിട്ടുണ്ടെങ്കിൽ പശുവിനെ ഇതേപോലെ ഏതെങ്കിലും വണ്ടി വന്ന് കൊണ്ടുപോകും. ഗൈസ് ഈ മിഷൻ എനിക്ക് വേണ്ട. ഇതൊരുമാതിരി വണ്ടിയുടെ മിഷനാണ്. ചാവടാ പന്നി. ഈ മിഷൻ ഒരട്ടം കളിച്ചിട്ടുണ്ട് ഗൈസ്. ഒരുമാതിരി ചേമ്പിലണ്ടി മിഷനാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മിഷനിൽ ഒരു പ്രശ്നമുണ്ട്. കുറേ ആൾക്കാർ നമ്മളെ കൊല്ലാൻ വരും. നമ്മളിങ്ങനെ വെടി വെച്ച് കൊല്ലണം ഒക്കത്തിന്. പക്ഷെ എനിക്കാണെങ്കിൽ വെടി വെക്കാൻ അറിയില്ല. ഞാൻ വെറുതെ മിഷൻ ഫെയിൽഡ് ആവും. പിന്നെ വെറുതെ എന്തിനാണ് അത് കളിക്കണത്? നമുക്ക് വേറെ മിഷൻ നോക്കാം. നമ്മളിനി ഇവിടുന്ന് എത്ര പേരെ പോകാണ്ടറിയോ? 3 കിലോമീറ്ററിൻ്റെ മേലെ ഉണ്ടെന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. പക്ഷെ നമ്മളെ ഈ വണ്ടി ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. മിക്കവാറും ആ പശുവിൻ്റെ അടുത്ത പശുവിനെ കൊണ്ടുപോകും മിക്കവാറും നമ്മൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ. അതേ ആ റൂട്ടിന് തന്നെ ആവും പോകാനുള്ളത് മിക്കവാറും. കൊണ അടിക്കുന്നവർ കൊണയടിക്കാം. പെർഫെക്റ്റ് റൈഡറാണ് ഗൈസ്. ഇച്ചതിപ്പോക്ക് ആര് പോവും അല്ല. വീണ്ടും മാസ്. ഇവിടെ എവിടെയാണ് പശുവിനെ കൊണ്ടുപോയത് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഏതോ സ്ഥലമാണ് വീണ്ടും. അത്ര മാസ് നമ്മൾ വിചാരിച്ചിട്ട് മാസ് കിട്ടിയിട്ടില്ല. ആ പശുവിനെ പിടിച്ചപ്പോഴാണ് ഈ ബാക്ക് ഗ്ലാസ് ഒക്കെ പൊട്ടിയതാ. എങ്ങനെയാണാവല്ലേ? പശു മേലെക്കൂടി ഉരുണ്ട് മറിഞ്ഞിട്ടേ കാര്യം പോയിട്ടുണ്ടാവാം. അപ്പോൾ ബാക്കത്തെ ഗ്ലാസ് പൊളിഞ്ഞു. അങ്ങനെ അല്ലാതെ മുമ്പ് പോയി ഇടിച്ചാൽ അങ്ങനെ ബാക്കത്തെ ഗ്ലാസ് പൊളിയില്ലല്ലോ. അങ്ങനെ എന്തോ ആണ് എനിക്ക് തോന്നുന്നു.
അച്ചോ ഞങ്ങള് ചത്തിട്ടില്ല സാറേ. നമ്മള് ചാവൂല വണ്ടി കയറാ. ഫ്രണ്ടില് ഗ്ലാസ് ഇല്ലേ സാർ, അതാണ് ഇപ്പൊ നമ്മളങ്ങനെ തെറിച്ചു വന്നത്. ഞങ്ങള് പോട്ടെ. കടാ അത് പൊളിയില വയസ്സ്. നമ്മളെത്ര നോക്കിയിട്ട് കാര്യമില്ല. അത്രയും അൾട്രാടെക്കിന്റെ സിമെന്റ് കൊണ്ടാണ് അത് അടിയിൽ ഉറപ്പിച്ചിരിക്കുന്നത്. അതാണ് അത് പൊളിയാത്തത്. ഇവിടെ സർക്കാരിന് അനീതി കാണിക്കാൻ പറ്റിയിട്ടില്ല തോന്നുന്നുണ്ട്. അത് വേറെ ഏതോ ടീമാണ് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. സർക്കാരാണെന്നുണ്ടെങ്കിൽ അതിപ്പോ പൊളിഞ്ഞാടി പോയിട്ടുണ്ടാവും. ഇവിടുത്തെ ഗവൺമെന്റ് സാറാണ് തോന്നുന്നുണ്ട് അല്ലേ? ഗവൺമെന്റ് സാറല്ല, ആ പോസ്റ്റ് വെച്ച ടീമാണ് സാർ. ഗവൺമെന്റ് സാറല്ല, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പൊളിച്ച് പോണതാണ്. അത് ഞാൻ പറഞ്ഞൂടാ. നേരെ പോ. പെർഫെക്റ്റ്. ബസ് ഇഷ്ടപ്പെട്ട മോനെ? അങ്ങനുണ്ട് വണ്ടി തിരിച്ചെടുത്ത് അപ്പല്ല. അയ്യേ, ഈ മിഷന് ഞാൻ കളിച്ചതാണ് ഗൈസ്. ഇത് നമുക്ക് വേണ്ട, ഇത് വെറും വേസ്റ്റ് മിഷൻ. ഒരു ജന്തുക്കളെ കൊല്ലണം, അതാണ് ഈ മിഷൻ. പക്ഷെ എന്ത് ചെയ്യാൻ, ട്രൈ ചെയ്ത് നോക്കാനല്ലേ പറ്റൂ. വേറൊരു മിഷനും നമുക്കിപ്പോ നിലവിലില്ല. എങ്ങോട്ടൊക്കെയാടെ കളിക്കണ വണ്ടി? ഇങ്ങോട്ടെ എവിടാ നിന്റെ ആളെവിടെടാ? ഇത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളിരിക്കണ്ടാവല്ലോ ഇവിടെ. ഇറങ്ങിക്ക. ഈ നായി ഏതാ? ഈ നായിനോട് കൊന്നാലോ? എന്താണ് ഗൈസ്? മണ്ട് ഇത്രയും നേരം കുറച്ചുകൊണ്ട് പോകാൻ മണ്ടിന്. മോനെ വെറുതെ ഇടരുത്. നിക്കടാടാ ഇവിടെ, വെറുതെ വിടൂല മോനെ എന്നെ. നിക്കടാടാ. ഇത്രയും നേരം വലിയ മപ്പിട്ട് കണ്ട് ഞാൻ ഓടണേ. എന്നെ വെറുതെ വിടാൻ ഞാൻ വിചാരിച്ചിട്ടില്ലെങ്കിലോ. നിക്കടാ. എടാ പന്നി, എനിക്ക് നായിനാണ് വേണ്ടി. എന്നാലും ഞാൻ മണ്ടു. നമ്മള് ചാവാത്തോടത്തോളം കാലം നമ്മള് പിന്നെയും മണ്ടു. ഏട്ടാ കള്ള നായ, അതാ അവിടെ എത്തി. നമ്മളെ എപ്പെത്താണ് അതിൻ്റെ അടുത്ത്? റോഡൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ നോക്കി കൊണ്ട് ക്ലോസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈടെ പന്നി, അടുത്ത പന്നി. ഇപ്പം നായി ഏതായാലും പോയി, അന്നെ വെറുതെ വിടില്ല പന്നി. ഇങ്ങോട്ട് തേറി വിളിക്കണടി ഇന്നടിച്ചു വേണ്ട. ഇറങ്ങടാ പന്നി. ജയിച്ചു കൊടുക്കൊണ്ടേ. അന്ന അങ്ങനെ വെറുതെ വിടില്ല. ആ നായിനെ വിട്ടാലും അന്നെ വെറുതെ വിടില്ലടാ പന്നി. ഓക്കെ മണ്ട്. അങ്ങനെ വെറുതെ വിടാൻ പറ്റൂലല്ലോ. എനിക്ക് എയിമ അത്ര ബസ്സില്ലാത്തോണ്ട് വെച്ച് കേച്ചിലായി. അല്ല അപ്പൊ കൊന്നിന്നടാ പന്നി തന്നെ. എവിടാ എന്നോട് ഞാൻ പറഞ്ഞതാ. പിന്നെ വെറുതെ ചോട്ട് ഇത് കയ്യെ ചോദിച്ചു ചോട്ടാൻ പറഞ്ഞു. എന്താ പന്നി കാട്ടും? തോക്കാണ്ടിട്ടാണ് തോന്നുന്നുണ്ട് എല്ലാവർക്കും പേടിയാവുണ്ട്. ഓനും പോയി. ഈ വണ്ടിയെങ്കിലും ഒന്ന് തരുമോ? വണ്ടി കാണാൻ രസമുണ്ടല്ലേ ഇതൊക്കെ. ഗൈസ് അയ്യേ വണ്ടി പോരാ, കാണാൻ രസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഗൈസ് ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എന്നെ കൊണ്ട് നിർത്താണ് ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ.